പാർലമെന്റിലേക്കാണ് പോകുന്നത്. മുണ്ടുടുത്ത് മുണ്ടിനെ പുകഴ്ത്തി രസിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രി SP സിംഗ് ബാഗേൽ. വടക്കും തെക്കും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമാണ് തൻ്റെ ഈ വസ്ത്രധാരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ മുണ്ടുടുപ്പിൽ അങ്ങനെ ഹിഡൻ അജണ്ടയൊന്നുമില്ല എന്ന മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട് BJP നേതാവ് കൂടിയായ ബാഗേൽ. तो मैं लोक भाषा, लोक भोजन, लोक भूषा का हिमायती हूँ और ये राष्ट्रीय एकता और अखंडता का भी प्रचायक है। मैं जो केरल की ये मुंड पहने हुए हूँ, कंफर्टेबल भी है। इसके अलावा उत्तर भारत के लोग अगर दक्षिण भारत का पहनावा करते हैं तो उनको बहुत अच्छा लगता है। तो जब मैं इडली डोसा या बड़ा खाता हूँ तो कोई नहीं कहता है वही और एक। जब मैं ये धोती लुंगी और मुंड पहनता हूँ तो कई लोग इसको कहते हैं कि ऐसा क्यों पहन रखा है। इसके पीछे कोई हिडन एजेंडा नहीं है। അനുദാസ് ഉണ്ട് ഡൽഹിയിൽ നിന്ന്. അനുവേ, നമ്മുടെ ഇവിടുന്ന് ആളുകൾ അങ്ങോട്ട് ചെന്ന് മുണ്ടൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കോട്ടൊക്കെ ഇട്ടാണ് സഭയിലെത്താറ്. എന്താണ് ഇദ്ദേഹത്തിന് ഇങ്ങനൊരു മുണ്ട് പ്രേമം തോന്നാൻ കാരണം? നേരത്തെ എത്ര ദിവസമായി അദ്ദേഹം ഈ വേഷവിധാനമൊക്കെ സ്വീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ പോലെ എല്ലാം ഒരുമയുടെ ഒരു സന്ദേശമായിട്ടാണോ ഈ മുണ്ട്? ഒരുമയുടെ ഒരു സന്ദേശം നൽകാൻ വേണ്ടിയിട്ടാണ് മുണ്ടെടുത്ത് വന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പാർലമെന്റിലാണ് മുണ്ടെടുത്ത് SP സിംഗ് ബാഗേൽ എത്തിയത്. അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാണ്. കഴിഞ്ഞ തവണയും കേന്ദ്ര സഹമന്ത്രിയായിരുന്നു. UP-യിൽ നിന്നുള്ള MP ആണ്. അദ്ദേഹം വന്നതിന് ശേഷം, ഈ മുണ്ടെടുത്ത് വന്നതിന് ശേഷം പറഞ്ഞത്, എനിക്ക് ഭയങ്കര കംഫർട്ടാണിത്. ആളുകൾ എന്ത് ചോദിക്കും, എന്ത് പറയും എന്നുള്ളതല്ല, പക്ഷേ എനിക്ക് കംഫർട്ടാണ്, അതുകൊണ്ട് ഞാൻ ഉടുക്കുന്നു. അത് മാത്രവുമല്ല, എനിക്ക് ഹിഡൻ അജണ്ടയൊന്നും ഇക്കാര്യത്തിൽ ഇല്ല എന്നും അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട്. കാര്യം തെക്കും വടക്കും എന്നുള്ള ചർച്ച വളരെ സജീവമായി നടക്കുന്ന ഒരു സമയമാണ്. തെക്കോട്ട് ഭാഷാപരമായിട്ടുള്ള പ്രശ്നങ്ങളൊപ്പം തന്നെ മണ്ഡലങ്ങൾ ഇപ്പോൾ പുതുതായിട്ട് മണ്ഡലങ്ങൾ കുറയും. കേരളത്തിനും തമിഴ്നാടിനും ആന്ധ്രാപ്രദേശിനും ഒക്കെ ലോക്സഭയിൽ മണ്ഡലങ്ങൾ കുറയും എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇത്തരം ഘട്ടത്തിലാണ് മുണ്ടെടുത്ത് ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒരു BJP MP വരുന്നത്. എന്തായാലും അദ്ദേഹം, എനിക്ക് അത്തരത്തിലുള്ള അജണ്ടകളൊന്നുമില്ല, ഒരു നാടിനോടുള്ള സ്നേഹം, എല്ലാ നാടിനോടുമുള്ള സ്നേഹം, എല്ലാ മനുഷ്യരോടുള്ള സ്നേഹമൊക്കെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതേ SP സിംഗ് ബാഗേലായിരുന്നു കഴിഞ്ഞ UP തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഞാനവിടെ പോയിരുന്നു തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. അദ്ദേഹത്തെ പോയി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, കേരളം കുഴപ്പം പിടിച്ച സ്ഥലമാണ്, ഭരണം കൊള്ളില്ല, ആളുകൾ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ SP സിംഗ് ബാഗേലിനെ കണ്ട് സംസാരിച്ച് ഞാനിങ്ങനെ തിരിഞ്ഞു നിൽക്കുമ്പോൾ SP സിംഗ് ബാഗേലിൻ്റെ മകൻ MBBS സ്റ്റുഡൻ്റ് ആയിരുന്നു. അന്ന് മകനെ കണ്ടപ്പോൾ മകൻ പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ കേരളത്തിൽ നേരത്തെ വന്നിട്ടുണ്ട്, മൂന്നാറിൽ വന്നിട്ടുണ്ട്, ഭയങ്കര നല്ല സ്ഥലമാണ് കേരളം, ആളുകളൊക്കെ നന്നായിട്ട് പെരുമാറി ഇടപെടുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു അനുഭവം ഈ SP സിംഗ് ബാഗേലിനെ സംബന്ധിച്ച് എനിക്കുണ്ട്. എന്തായാലും മുണ്ടെടുത്ത് വന്ന ബാഗേൽ ഹിഡൻ അജണ്ടയൊന്നുമില്ല, സന്തോഷത്തോടെ എല്ലാ മനുഷ്യരും പോകാൻ വേണ്ടിയുള്ള, വേർതിരിവുകളില്ലാതെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ചിന്തയൊക്കെയാണ് പങ്കുവെച്ചത്. എന്തായാലും ശരി, എന്തായാലും നല്ല സന്ദേശമാണല്ലേ, നന്നായിരിക്കട്ടെ. എന്തായാലും ചൂടുകാലത്ത് പറ്റിയ വസ്ത്രം തന്നെയാണ് നമ്മുടെ മുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. ജീൻസിനേക്കാളും സുഖം നല്ല വെള്ളം മുണ്ടെടുക്കുക തന്നെയാണ്. ശരി അനുവേ, കാണാം.